തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിൽ പ്രവർത്തിക്കുന്ന യൂറോപ്യൻ ആശുപത്രിക്ക് താഴെ ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിൽ പ്രവർത്തിച്ചു വന്ന ഹമാസ് കമാൻഡ് സെന്ററിലെ ഭീകരപ്രവർത്തകരെ ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത്. ഭൂമി തുളച്ചു കയറുന്ന ഡസൻ കണക്കിന് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇസ്രായേൽ വ്യോമസേന ആക്രമണത്തിനായി ഉപയോഗിച്ചത്. ആശുപത്രിയും തൊട്ടടുത്തുള്ള സ്കൂളും ഭീകരർ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു വരികയാണെന്ന് ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു. സൈനിക ഓപ്പറേഷന്റെ ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. തകർന്ന തുരങ്കങ്ങളുടെ ദൃശ്യങ്ങൾ അതിൽ കാണാൻ കഴിയും. 16 ഭീകരർ കൊല്ലപ്പെട്ടതായും 70-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായുമാണ് റിപ്പോർട്ട്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത ഏറെയാണ്. ഹമാസ് ഭീകര നേതാവ് കൊല്ലപ്പെട്ട യഹിയ സിൻവറിന്റെ ഇളയ സഹോദരൻ മുഹമ്മദ് സിൻവറിനെയും കൂട്ടാളികളെയും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ഹമാസ് തുരങ്കങ്ങളിലെ ആക്രമണം. മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. സിൻവർ തുരങ്കത്തിലുണ്ടെന്നും സൈന്യത്തിന്റെ ഇന്റലിജൻസ് പറയുന്നതുപോലെ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യത ഏറെയെന്നുമാണ് കരുതുന്നത്. ഈ ആക്രമണത്തിന് പിന്നാലെ ഹമാസ് ഇസ്രായേലിലെ അഷ്കിലോൺ, സ്ദെറോത്ത് എന്നിവിടങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി. കൂടാതെ വടക്കൻ ഗാസയിലെ ജബാലിയയിൽ നിന്നും ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഹമാസ് സാധാരണക്കാരെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഭീകരവാദത്തിനായി ഉപയോഗിക്കുകയാണെന്നും സൈന്യം വ്യക്തമാക്കി. കഴിഞ്ഞ ജൂലൈയിൽ ഹമാസിന്റെ ഉന്നത സൈനിക കമാൻഡറായ മുഹമ്മദ് ദൈഫിന്റെ കൊലപാതകത്തെ തുടർന്ന് മുഹമ്മദ് സിൻവാർ ഹമാസ് ഗ്രൂപ്പിന്റെ സൈനിക വിഭാഗത്തിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നു. പിന്നീട് സിൻവാറിന്റെ മൂത്ത സഹോദരനെ IDF കൊലപ്പെടുത്തിയതിനു ശേഷം ഗാസ മുനമ്പിലെ ഹമാസിന്റെ യഥാർത്ഥ നേതാവായി മുഹമ്മദ് സിൻവാർ മാറി. സിൻവാറിനെ പിടികിട്ടാപ്പുള്ളിയായി ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. ബന്ദികളെ മോചിപ്പിക്കുന്നതിനും വെടിനിർത്തൽ കരാറിലെത്തുന്നതിനും ഹമാസുമായുള്ള ചർച്ചകളിൽ മുഹമ്മദ് സിൻവാർ ഒരു തടസ്സമായിരുന്നുവെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. പതിറ്റാണ്ടുകളായി ഹമാസിൽ സജീവമാണ് മുഹമ്മദ് സിൻവാർ. 1990-കളിൽ ഇസ്രായേൽ ഇദ്ദേഹത്തെ 9 മാസം ജയിലിലടച്ചു. റാമല്ലയിലെ ഒരു പലസ്തീൻ അതോറിറ്റി ജയിലിൽ 3 വർഷം കൂടി ജയിൽവാസം അനുഭവിച്ചു. അവിടെ നിന്ന് 2000-ൽ അദ്ദേഹം രക്ഷപ്പെട്ടു. 2006-ൽ IDF സൈനികൻ ഗിലാദ് ഷാലിത്തിനെ തട്ടിക്കൊണ്ടുപോയ ഹമാസ് സെല്ലിന്റെ ഭാഗമായിരുന്നു മുഹമ്മദ് സിൻവാർ. ഹമാസിന്റെ ഖാൻ യൂണിസ് ബ്രിഗേഡിനെയും അദ്ദേഹം നയിച്ചിരുന്നു. കൂടാതെ 2023 ഒക്ടോബർ 7-ലെ ഭീകരാക്രമണത്തിലും മുഹമ്മദ് സിൻവാർ പങ്കെടുത്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.